ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, റുവാണ്ടയിൽ കിബ്ഹോയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് 4-ാം ഭാഗമാണ്. എനിക്ക് വരുന്ന മെസ്സേജുകളിൽ നിന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവരും ഈ പുസ്തകത്തിനെ കുറിച്ച് ശരിക്കും അറിയുന്നത് ഇപ്പോഴാണ്. ഈ വീഡിയോ ഇട്ടതിൽ പിന്നെ പല ബുക്ക് സ്റ്റോളുകളിൽ നിന്നും എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ആ വീഡിയോ ഇട്ടതിൽ പിന്നെ ധാരാളം പേര് പുസ്തകം ചോദിച്ചു വരാണ് എന്ന്. പുസ്തകത്തിൻ്റെ പേരും പലരും എന്നോട് ചോദിച്ചു. എനിക്ക് വലിയ സന്തോഷമായി ഈശോ മാതാവ് ഇടപെടുന്നതിനെ ഓർത്ത്. കാരണം ലോകം അറിയേണ്ട ഒരു സന്ദേശമാണിത്. ഇത് അറിയപ്പെടാതെ കിടക്കുകയായിരുന്നു. എന്തായാലും ധാരാളം മക്കൾ ഇതിനോടകം പുസ്തകം വാങ്ങി വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവർ പറയും, ആലിസാൻറ്റി ഇത് വേഗം വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പുസ്തകം വായിച്ചതല്ലേ, എന്നാലും ഇത് കഥ പോലെ പറഞ്ഞതാ, ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന്. പ്രിയ കൂട്ടുകാരെ, ആരോഗ്യം അത്ര സുഖമുള്ള അവസ്ഥയല്ല. എങ്കിലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പേജുകൾ പറഞ്ഞ് ഈ പുസ്തകം വേഗം അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഈശോയും പരിശുദ്ധ അമ്മയും അതിനായിട്ട് എന്നെ ശക്തിപ്പെടുത്തട്ടെ, എന്നെ സുഖപ്പെടുത്തട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇതുവരെ കണ്ടത് ഈ ഇമ്മാക്കുലിയുടെ ഡാഡി കിബ്ഹോയിൽ പോയിട്ട് ഈ ദർശകർക്ക് ദർശനം കിട്ടുന്ന സമയം എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നോക്കാൻ പോകുകയാണ് ഡാഡി. ഇമ്മാക്കുലിക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇമ്മാക്കുലി പലപ്പോഴും ചോദിക്കും, ഡാഡി ഞാനും വരട്ടെ. അപ്പോൾ ഡാഡി പറയും, കണ്ണുരുട്ടി കാണിക്കും ഡാഡി. വേണ്ട കുട്ടികളൊന്നും വരണ്ട, കാരണം മൈലുകളിങ്ങനെ വനാന്തരങ്ങളിൽ കൂടെ യാത്ര ചെയ്യണം. അവിടെ വഴിയൊന്നുമില്ല. ഈ റുവാണ്ടയിൽ നിന്ന് കിബ്ഹോയിലേക്ക് അങ്ങനെ വഴികളൊന്നുമില്ല. ഭയങ്കര അപകടം പിടിച്ച യാത്രയാണ്. അപ്പോൾ ഈ ഡാഡി പോവും. അതിൻ്റെ ഒപ്പം ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞല്ലോ, ഫാദർ റൊഗേമയാണ് ഈ സഗരാശിയുടെയും ഈ ദർശനകരുടെയും ദർശന സമയത്തുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് പിടിച്ചു വയ്ക്കുന്ന ആൾ. അങ്ങനെ ഇവർ യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര പോകുമ്പോൾ ഡാഡി പറയാണ്, ഞങ്ങൾ ഫാദർ റൊഗേമയുടെ പിന്നാലെ ഇങ്ങനെ നടക്കും. വേനൽക്കാല സൂര്യൻ്റെ കടുത്ത ചൂടുണ്ട്, അതുപോലെ പൊടിമണ്ണിൻ്റെ ശല്യമുണ്ട്. വിണ്ട് കീറിയ പാദങ്ങളായിട്ടാണ് ഇവർ നടന്നു നീങ്ങുന്നത്. എന്തിനാണെന്നറിയോ? ഈശോയും മാതാവും കിബ്ഹോയിൽ കുറച്ച് കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടും. അവിടെ ഈശോയും മാതാവ് എന്താണ് പറയുന്നത് അത് കേൾക്കണം, അതനുസരിച്ച് ജീവിക്കണം. അതിനു വേണ്ടിയാണ് അവർ പോകുന്നത്. അങ്ങനെ മൈലുകൾ നടന്ന് വെള്ളം ദാഹിക്കും. ഭക്ഷണമൊന്നുമില്ല ശരിക്കും, വലഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ കുറച്ച് നേരം വിശ്രമിക്കും, വെള്ളം കുടിക്കും. അവിടുത്തെ വല്ല പൂഞ്ചോലിൽ നിന്നൊക്കെ വെള്ളം കുടിക്കും. അങ്ങനെ കുടിച്ച് അവരിയ്ക്കുന്ന സമയത്ത് ഈ സെഗദാഷ്യ എന്ന് പറയുന്ന ആ പയ്യന് മാതാവ് പഠിപ്പിച്ചു കൊടുത്ത, ഈശോ പഠിപ്പിച്ചു കൊടുത്ത, മാതാവല്ല ഈശോ പഠിപ്പിച്ചു കൊടുത്ത പാട്ട് ഉണ്ട്. അതിൻ്റെ റെക്കോർഡ് ഈ ഫാദർ റൊഗേമയുടെ കയ്യിലുണ്ട്. അത് അവർ വെച്ച് കേൾക്കും എന്നാണ് പറയുന്നത്. ആ പാട്ട് ഇങ്ങനെയാണ്. അതിൻ്റെ പേര് തന്നെ സെഗദാഷിയുടെ ഗാനം എന്നാണ്. പാട്ടിൻ്റെ വരികൾ ഞാൻ വായിക്കാം. ദൈവമേ, നീ എന്നെ ഈ വഴിത്താരയിൽ കണ്ടുമുട്ടി, നീ എനിക്കൊരു സന്ദേശമേകി, ലോകവുമായത് പങ്കുവെച്ചിടാൻ ചൊല്ലി, ഞാനത് നിന്റെ പുത്രർക്കേകി, നിൻ പുത്രരോ അതൊന്നും കേട്ടതില്ല. എൻ്റെ ദൈവമേ, ഞാൻ എന്തു വേണം? എൻ്റെ ജോലി പൂർത്തിയാക്കാൻ എനിക്ക് നീ ശക്തിയും ജ്ഞാനവും നൽകണമേ. അവിടുത്തെ സന്ദേശങ്ങൾ തവസുതർ കേകാൻ അവിടെ എന്നെ സഹായിച്ചിടണേ. ഇതാണ് ഈശോ കൊടുത്ത പാട്ട്. ഈ പാട്ട് ഇപ്പോൾ വായിച്ചപ്പോഴാണ് ഞാൻ ഇത് ഒന്ന് ഓർക്കുന്നത്. ഞാനും ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചത് അതാണ്, ഈ സന്ദേശങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ആരോഗ്യവും ശക്തി എനിക്ക് തരണമേ എന്ന്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് ഇവരുടെ ദർശനങ്ങൾ കാണാൻ പിന്നീട് വരാൻ തുടങ്ങിയത്. അത് ദൈവിക പദ്ധതിയാണ്. 1000 10,000 ആളുകൾ. അങ്ങനെ ഇവരെല്ലാവരും ഈ പാട്ട് പാടിയിട്ടാണ് നടന്നു പോകുന്നത്. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഇവരൊക്കെ ചർച്ച ചെയ്യുന്ന ഒരൊറ്റ കാര്യം ഇതാണ്, ഒരൊറ്റ ദിവസം പോലും വിദ്യാലയത്തിൽ പോയിട്ടില്ലാത്ത ഈ പയ്യൻ എങ്ങനെയാണ് ഇത്രയേറെ സാമർഥ്യത്തോടെ സുവിശേഷം വ്യാഖ്യാനിക്കുന്നത്, അതുപോലെ പരിശീലനം ലഭിച്ച വേദശാസ്ത്ര പണ്ഡിതന്മാരോട് തർക്കിക്കുന്നത്. ഇതാണ് ഇവരുടെ ചിന്ത. മറ്റുള്ളവർ സ്കൂളെങ്കിലും കണ്ടിട്ടുണ്ട്, ഇവന് സ്കൂളൊന്നും കണ്ടിട്ടില്ല. ആഫ്രിക്കയിൽ ഇങ്ങനെയൊരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഇവർ യാത്ര പോയ കാര്യം
ഇമ്മാക്കുലിയുടെ ഡാഡി വിവരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ ചെങ്കുത്തായ മലമ്പാതകളൊക്കെ യാത്ര ചെയ്ത് അവർ കിബുഹയിലേക്ക് എത്താണ്. അപ്പോൾ സെഗദാഷ്യ എന്ന് പറയുന്ന ആ പയ്യനെയാണ് ഇമ്മാക്കുലിക്ക് വളരെയേറെ ഹാർട്ടിൽ വെച്ച് അവൾ പൂജിക്കുന്നത്. കാരണം അവന് ഈശോ കൊടുത്ത സന്ദേശം എന്താണ് ഇതറിയാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഡാഡിയോട് ശല്യം ചെയ്യുമ്പോൾ ഡാഡി കണ്ണുരുട്ടി കാണിക്കും, ക്ഷമിക്കാൻ പറയും. ഡാഡി ഒരു അധ്യാപകനാണ്, പ്രിൻസിപ്പളാണ്. അങ്ങനെ ഇവർ കിബുഹയിലെ ദർശകരുടെ കാര്യങ്ങളാണ് ഡാഡി പറയാൻ പോകുന്നത്. ഇപ്പം ഈ ആഫ്രിക്കയിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ഇടമാണത്ര കിവ് തടാകം. ആ തടാകത്തിൻ്റെ അവിടെയുള്ള ഒരു ഉയർന്ന കുന്നിലാണ് ഈ ഇമ്മാക്കുലിയുടെ വീടിരിക്കുന്നത്. അതുപോലെ റുവാണ്ടയുടെ കിഴക്കേ അതിർത്തിയിൽ നെടുനീളത്തിലാണ് ഈ കിവ് തടാകം നിൽക്കുന്നത്. അതുപോലെ സയർ, അയൽ രാജ്യമായിട്ടുള്ള സയർ, അതിന് നല്ലൊരു അതിർത്തിയാണ് ഈ കിവ് തടാകം. അങ്ങനെയാണ് ഇതിൻ്റെ ഭൂപ്രകൃതിയൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇമ്മാക്കുലിയുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ അങ്ങ് അകലെയുള്ള സയറിലെ ആ ഒരു പ്രദേശം ആണ് എന്ന് വിചാരിച്ച് കാണാൻ പറ്റും. കാരണം പർവ്വതങ്ങൾ ഉണ്ടാകും, മഞ്ഞ് മൂടിയ പർവ്വതങ്ങൾ, അതിന് തൊട്ട് നിൽക്കുന്ന മേഘങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ ഇമ്മാക്കുലി ഇങ്ങനെ സങ്കല്പിക്കാറുണ്ടെന്ന്. എന്തൊരു നല്ല ദൃശ്യമാണിത്. ഈശോയ്ക്കും മാതാവിനും സ്വർഗത്തിൽ നിന്ന് കിബുഹയിലേക്കുള്ള യാത്രക്കിടയിൽ വിശ്രമിക്കാൻ ഈ പർവ്വതങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് വെറുതെ ഇമ്മാക്കുലി അങ്ങനെ ചിന്തിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ സുന്ദരമായ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചിട്ട് ഇമ്മാക്കുലി അങ്ങനെ കിബുഹോയിലെ ഡാഡി വരുന്നതും കാത്ത് നോക്കി നിൽക്കുന്ന പറയുന്നത്. അപ്പോൾ കുറേ പുഷ്പങ്ങളുടെ സുഗന്ധം ഉണ്ടാകുന്നു, ഭയങ്കരമായ പുഷ്പങ്ങളുടെ സുഗന്ധം ഉണ്ട്. അത് തന്നെ കണ്ട് ചലനമറ്റ് ഇമ്മാക്കുലി ഇരിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ഈ ഈശോയെയും മാതാവിനെ ഏറെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവരിപ്പോൾ അറിയുന്നുണ്ടോ എന്നൊക്കെ മനസ്സിൽ ചോദിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഡാഡി ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഡാഡി പറയും, ദൈവം സൃഷ്ടിച്ച ഈ പ്രകൃതിയുടെ മനോഹാരിത കണ്ടിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ എന്നിട്ട് പറയുകയാണ്, കണ്ടു ദൈവം ഈ മനോഹാരിത ആസ്വദിക്കാൻ വന്നപ്പോൾ വിശ്രമിക്കാനായിട്ട് റുവാണ്ടയിലേക്ക് വന്നു. അതാണ് കിബുഹോയിൽ പ്രത്യക്ഷീകരണം നടക്കണേ. അപ്പോൾ ദൈവം റുവാണ്ടയിൽ വിശ്രമിക്കുന്നു എന്നാണ് പറയണത്. അങ്ങനെ വിവരണം തുടങ്ങുമ്പോൾ ഇമ്മാക്കുലിക്ക് ഭയങ്കര തിരക്കാവും. ഡാഡിയോട് പറയും, സെഗദേശനെ കണ്ടോ എന്ന്. അപ്പോൾ ഡാഡി മിണ്ടാണ്ടിരിക്കാൻ പറയും. അങ്ങനെ വഴിയിൽ വെച്ച് ഉണ്ടായ അത്ഭുതങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഈ റുവാണ്ടയിൽ നിന്നും കിബുഹോയിലേക്ക് ഈ ഇമ്മാക്കുലിയുടെ ഡാഡിയും തീർത്ഥാടക സംഘവും, അത് 1-2 ആളല്ല, 10,000-കണക്കിന് ജനങ്ങൾ ഇങ്ങനെ ഈ കാട്ടിക്കോടെ മലകൾ കയറി, കുന്നുകൾ കയറി, മുള്ളും കല്ലൊക്കെയുള്ള വഴി കൂടെ നടന്ന് അവർ ഈശോയുടെയും മാതാവിൻ്റെയും സന്ദേശം കേൾക്കാൻ പോവുകയാണ്. ആ പോകുന്ന വഴി യാത്രയിൽ മലകളൊക്കെ താണ്ടി ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഡാഡി പറയുന്ന കാര്യമാണ്, 100 കണക്കിന് ആളുകളാണ് കൂടെയുള്ളത്, ഭക്ഷണം ഇല്ലതാനും. എന്തു ചെയ്യും? അന്ന് രാത്രി എല്ലാവരും ഇരുന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ വല്ലതും തരണമേ എന്ന്. ആദ്യത്തെ അത്ഭുതം നടക്കുന്നത് അങ്ങനെയാണ്. നേരം വെളുത്ത് നോക്കുമ്പോൾ അവരുടെ ക്യാമ്പിന് മുമ്പിൽ ആരോ വലിയ ചാക്കുകൾ നിറയെ അരിയും പയറും വെച്ചിരിക്കുന്നത് കണ്ടു. ആരാണ് അത് അവിടെ എത്തിച്ചത് എന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞുമില്ല. അതുപോലെ അതൊരു വലിയ അത്ഭുതം. രണ്ടാമതുണ്ടായ അത്ഭുതം, മറ്റൊരു തീർത്ഥാടക സംഘത്തിന് വഴിതെറ്റി. ആ തീർത്ഥാടക സംഘത്തിലെ ആളുകൾ ഇങ്ങനെ ഗണമായിട്ടാണ് അവർ പോവുക. ഓരോരുത്തർ കൂട്ടമായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഒരു കൂട്ടർ പോയിട്ട് പിന്നത്തെ കൂട്ടർ ആ വഴിയുടെ പിന്നിൽ പോയില്ലെങ്കിൽ വഴി തെറ്റും. കാരണം കാട്ടിക്കൂടിയുള്ള യാത്രയല്ലേ. അങ്ങനെ ഒരു കൂട്ടർക്ക് വഴിതെറ്റി അവർ കൊടുങ്കാട്ടിലകപ്പെട്ടു. എവിടേക്ക് പോകണമെന്ന് ഒരു രൂപമില്ലാതിരിക്കുക. അവരെന്ത് ചെയ്തു? എല്ലാവരും ചേർന്ന് പരിശുദ്ധ അമ്മയോട് വഴികാട്ടി തരണമേ എന്ന് പ്രാർത്ഥിച്ചു, നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി അജ്ഞാതമായൊരു നക്ഷത്രക്കൂട്ടം അവർ കണ്ടു എന്നാ പറയുന്നത്. അജ്ഞാതമായ ഒരു നക്ഷത്രക്കൂട്ടം ആകാശത്ത് കണ്ടു. ആ നക്ഷത്രക്കൂട്ടത്തിന് കുരിശിൻ്റെ ആകൃതിയായിരുന്നു. ഈ കുരിശാകുന്ന നക്ഷത്രത്തിനെ നോക്കി ഇവർ നടന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നടന്ന് അവർ കാടിൻ്റെ വെളിയിലെത്തി. പ്രിയ കൂട്ടുകാരെ,
ഇതൊക്കെയല്ലേ അത്ഭുതം. ഇങ്ങനെയല്ലേ പരിശുദ്ധ അമ്മയെ ഈശോയെ നമ്മെ വഴി നടത്തുന്നത്. അത് എന്തിനാണെന്നോ, ഈ സന്ദേശം സ്വർഗത്തിൽ നിന്ന് ഉള്ളത് തന്നെയാണ്. ഇത് ലോകം മുഴുവൻ അറിയണം. അതിനുള്ള പദ്ധതികളൊക്കെ സ്വർഗം തന്നെ ക്രമീകരിച്ചോളും. ചിലർ പറയും ചില കാര്യങ്ങളൊക്കെ ഇത് ലോകം അറിയണം, ലോകത്തെ അറിയിക്കണം എന്ന് പറഞ്ഞ് പാഞ്ഞു നടക്കും. അങ്ങനെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വർഗം അറിയേണ്ട കാര്യങ്ങളാണെങ്കിൽ സ്വർഗം തന്നെ അതിനുള്ള വഴികൾ ഒരുക്കും. അങ്ങനെയാണ് ഇവിടെ ഇവർക്ക് വഴിയൊരുക്കിയിട്ട് ഒരു നക്ഷത്ര സമൂഹം ഈ പുലിക്കൂട്ടിലേക്ക് വഴി കാണിച്ചു കൊടുത്ത പോലെയെന്ന് എനിക്ക് തോന്നുന്നു. ഈശോയുടെ തിരുപ്പിറവയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതുകൊണ്ട് ഈ നക്ഷത്രക്കൂട്ടം നമുക്കൊരു പ്രചോദനമാകട്ടെ. പ്രകാശം നിറഞ്ഞ നക്ഷത്രക്കൂട്ടം, അതും കുരിശിൻ്റെ ആകൃതിയിൽ. അങ്ങനെ അവർ റോട്ടിലേക്ക് എത്തി. ഈ യാത്രയിൽ അവർക്കുണ്ടാകുന്ന ചതവുകളും മുറിവുകളെയും കുറിച്ച് ആരും പരാതിപ്പെട്ടിട്ടില്ല. കാരണം എന്താണെന്നറിയോ, ഞങ്ങൾ ഈശോയുടെ മാതാവിൻ്റെ സന്ദേശം കേൾക്കാനല്ലേ പോണത്. ഈശോയും മാതാവ് എന്തോരം സഹിച്ചു, അത്രയൊന്നും ഞങ്ങൾ സഹിക്കുന്നില്ലല്ലോ. ഇതാണ് അവരുടെ ഉൾബോധ്യം. ആ ഒറ്റ വിശ്വാസത്തിലാണ് അവർ നടന്നു നീങ്ങുന്നത്. അങ്ങനെ സഗദാശയുടെ കാര്യമാണ് ഇമ്മാക്കുരി എപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ അവർ പറയാണ്, ഇത്രമാത്രം അത്ഭുതങ്ങൾ എന്തുകൊണ്ടാണ് ഈ സംഭവിപ്പിക്കുന്നത്? ഇമ്മാക്കുരി ചോദിച്ച ചോദ്യമാണ്, ഇങ്ങനെ അത്ഭുതങ്ങൾ എന്താ സംഭവിക്കണേ? അപ്പോൾ അവിടെ ഡാഡി പറഞ്ഞു, സംശയാലുക്കളുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം നിറഞ്ഞ് മാനസാന്തരപ്പെടുമ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നത്. മാനസാന്തരപ്പെടണം, അതാണ് മെയിൻ പോയിന്റ്. അല്ലാതെ ഈ ദർശനത്തിലും ഈ പ്രവചനങ്ങളിലൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടതും ഹൃദയത്തിൽ വെക്കേണ്ടതുമായിട്ടുള്ള കാര്യം ദൈവസ്നേഹം നിറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ പരസ്നേഹം നിറയൂലോ. ദൈവസ്നേഹം നിറഞ്ഞ് മാനസാന്തരപ്പെടണം. ചെയ്തു പോയിട്ടുണ്ടാകാം തെറ്റുകൾ, പക്ഷെ നമ്മൾ മാനസാന്തരപ്പെടണം. ദൈവസ്നേഹം കൊണ്ട് നിറയണം. തെറ്റിന് പരിഹാരം ചെയ്യണം. കുമ്പസാരം നടത്തണം. പിന്നെ പരസ്നേഹം നിറയ്ക്കണം. ഇതൊക്കെയാണ് ഇതിൽ അത്ഭുതങ്ങൾ നടക്കാനുള്ള കാരണം. ഇതാണ് എന്നാണ് ഡാഡി പറയുന്നത്. മറ്റൊരു അത്ഭുതം, മൂന്നാമത്തെ അത്ഭുതം, ഇവർ ഈ മൈലുകൾ യാത്ര ചെയ്തിട്ട് മലകളിലൂടെയും മുള്ളുകളിലൂടെയും നടന്നിട്ട് ഇവരുടെ ശരീരമൊക്കെ വിണ്ട് കീറപ്പോൾ, പാദങ്ങളൊക്കെ വിണ്ട് കീറിയിട്ട് അവർ അവിടെ കിബ്ഹോയിലെത്തുമ്പോൾ ആ എത്തിയ നിമിഷം തന്നെ ഈ മുറിവുകളൊക്കെ ഒരൊറ്റ സെക്കൻഡിൽ സുഖപ്പെടുന്നു. അതാണ് അവിടെ നടക്കുന്ന മറ്റൊരു അത്ഭുതം, ദൈവത്തിൻ്റെ അടയാളം. വേറെ ആൻറ്റിബയോട്ടിക് ഒന്നും കഴിക്കണ്ട, ഒരു ക്രീമും പുരട്ടണ്ട, ട്യൂബുകളൊന്നും പുരട്ടണ്ട. അവരുടെ മുറിവുകളൊക്കെ ഈ 10,000-കണക്കിന് ആളുകൾക്കുണ്ടായിരുന്ന ക്ഷീണവും തളർച്ചയും മുറിവുകളും ഒക്കെ ഉണങ്ങും. എവിടെ? കിബ്ഹോയിലെത്തുമ്പോൾ. അവിടെയാണ് പരിശുദ്ധ അമ്മയും ഈശോയും ഒക്കെ ഇവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ അവിടെ ദർശനങ്ങൾ കഴിയുമ്പോൾ ഒരു സൂര്യപ്രകാശം അവിടെ ഇങ്ങനെ പരന്നൊഴുകുമെന്നാണ് പറയുന്നത്. ഒരു മഴവില്ല് കാണുമെന്നാണ് പറയുന്നത്. 1000-ങ്ങളും 10,000-ങ്ങളും ഇതുപോലെ ശരീരത്തിൽ ജീവൻ പ്രാപിക്കും. അത്ര ക്ഷീണിച്ച് കിടന്നവരൊക്കെ ജീവൻ പ്രാപിക്കും എന്നാണ് പറയുന്നത്. അത് വലിയൊരു അത്ഭുതമാണ്. അങ്ങനെ ഈ മഴ മാറി മഴവില്ല് വരുമ്പോൾ ഇവർ ഒരു പാട്ട് പാടും, പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. അതാണ് ഇവർ പാടി മാതാവിൻ്റെ ഒപ്പം പാടുക. അങ്ങനെ ഇവരുടെ ഡാഡി വിവിധ സംഘങ്ങളോടൊപ്പം കിബ്ഹോയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കിബ്ഹോയിൽ വരുന്നത് റുവാണ്ടൻ ജനത മാത്രമല്ല കേട്ടോ. കെനിയ, ടാൻസാനിയ, ബറുണ്ടി, സയർ എന്നീ രാജ്യങ്ങളിൽ നിന്നൊക്കെ ജനങ്ങൾ ഒഴുകി എത്താണ്. എന്തിനാണെന്നോ ഇത് എത്തുന്നത്? ഈശോയും മാതാവും നമ്മളോട് എന്താ പറയുന്നത് അത് ചെയ്യാനായിട്ട്. അങ്ങനെ കിബ്ഹോയിലെത്തിയപ്പോൾ മറ്റൊരു അത്ഭുതകരമായ കാര്യം എന്താണെന്നോ, ഇത്രയും വലിയ 10,000-കണക്കിന് വരുന്ന ജനക്കൂട്ടം മുഴുവൻ അവിടെ എന്തോ ഒരു ക്രമീകരണം നടന്നതുപോലെ, ഈ പോലീസുകാരും പട്ടാളമൊന്നുമില്ല, പക്ഷെ കംപ്ലീറ്റ് നിശബ്ദമായിട്ട് ഒരുപോലെ നിൽക്കുമെന്നാണ് പറയുന്നത് ഈ സന്ദേശങ്ങൾ കേൾക്കാൻ. പിന്നെ ഈശോയും മാതാവും ഓരോ ദർശനത്തിൻ്റെ അവസാനം അടുത്ത ദർശനത്തിൻ്റെ സമയവും തീയതിയും അവരെ അറിയിക്കും, കൃത്യമായിട്ട് പറയും. അപ്പോൾ അത് ഉടനെ തന്നെ റേഡിയോയിൽ അനൗൺസ് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും? അടുത്ത യാത്ര ക്രമീകരിക്കാൻ എളുപ്പമായി. ഇങ്ങനെയാണ് സ്വർഗം ഈ ദർശനത്തെ കൊണ്ടുപോകുന്നത്. അങ്ങനെ 10,000-കണക്കിന് ആളുകൾ ഈ ചെറിയ സ്ഥലത്ത് ഒരു വഴക്കോ ബഹളമോ ഭക്ഷണമില്ലാത്ത അവസ്ഥ ഒന്നും ഒരു പരാതികളും ഇല്ലാതെ നിൽക്കുന്നതാണ് കിബ്ഹോയിലെ ഏറ്റവും വലിയ അത്ഭുതം എന്നാണ് പറയുന്നത്. ഈ റുവാണ്ടയിലല്ല,
ലോകത്തൊരിടത്തും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ഇമ്മാക്കുലി എഴുതി വെക്കുന്നത്. അതുപോലെ ഈ കിബുഹോയിൽ മാതാവിൻ്റെ ദർശകർ വരുന്നതിനേക്കാൾ മുൻപ് അവിടെ പെൺകുട്ടികൾ ഡാൻസ് ട്രൂപ്പൊക്കെ ഉണ്ടാക്കി ഈ ദർശനം കിട്ടുന്നവർ വരുന്നത് വരെ സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കും. ആ പാടുന്നത് മാതാവിനെ കുറിച്ചുള്ള പാട്ടുകളാണ്. ഇങ്ങനെ ഒരിക്കൽ യാത്ര ചെയ്തപ്പോൾ ആ സ്റ്റേജിൽ ആദ്യമായി വന്നത് അൽഫോൻസിൻ എന്ന് പറയുന്ന ദർശനം കിട്ടുന്ന കുട്ടിയായിരുന്നു. ഇവർക്ക് ദർശനം കിട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നോ, അൽഫോൻസിൻ സ്റ്റേജിലേക്ക് കയറിയ വശം ജനങ്ങൾ മുഴുവൻ ജപമാല വീശിയും ടവല് വീശി അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ അമ്മ മാതാവ് അവളുടെ മുമ്പിൽ വന്നപ്പോൾ പരിപൂർണ നിശബ്ദത വ്യാപിക്കും. അപ്പോൾ മാതാവിനെ കണ്ടാൽ അൽഫോൻസിൻ ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങും. അവളുടെ മുഖം പ്രകാശിക്കും. സ്വർഗം അവളെ കാണുന്നു, അവൾ സ്വർഗത്തെ കാണുന്നു എന്ന് ഈ കണ്ടു നിൽക്കുന്നവർക്കറിയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവള് സംസാരിക്കാൻ തുടങ്ങും പരിശുദ്ധ അമ്മയോട്. അവൾക്ക് മാത്രമേ കാണുള്ളൂ. ചുറ്റുപാട് നടക്കുന്ന യാതൊന്നിനെ കുറിച്ച് അവരപ്പം അറിയില്ല. അങ്ങനെ പരിശുദ്ധ അമ്മ അൽഫോൻസിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അൽഫോൻസിൻ വായുവിൽ ഉയർന്നു നിൽക്കുന്ന പോലെ തോന്നും എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്ന് ഒരിക്കൽ അൽഫോൻസിൻ പറയുകയാണ്, ഈ മാതാവും ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. മാതാവിൻ്റെ മുമ്പിൽ 10,000കണക്കിന് പുഷ്പങ്ങൾ നിൽക്കുകയാണ്. പുതുപുത്തൻ പുഷ്പങ്ങൾ, അതുപോലെ സുഗന്ധം പൊഴിക്കുന്ന പുഷ്പങ്ങൾ. ചില പൂക്കൾ മാത്രം തല കുനിച്ച് വാടി ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനൊരു ദർശനം അൽഫോൻസിന് ഉണ്ടാവുകയാണ്. അപ്പോൾ അൽഫോൻസ് ചോദിച്ചു ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, മോളെ നീ ഈ കാണുന്ന പൂക്കളൊക്കെ നിന്റെ മുമ്പിൽ ഇപ്പോൾ വന്നു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളാണ്. അവരാണ് ഈ പൂക്കൾ. അതിൽ ആരോഗ്യമുള്ള പൂക്കൾ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാണ്. വാടി നിൽക്കുന്ന പൂക്കൾക്ക് അവർ ദൈവവിശ്വാസത്തിൽ നിന്നൊക്കെ അകന്നു പോയവരാണ്. അമ്മ പറഞ്ഞു, രണ്ടുപേരെയും ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. രണ്ടു കൂട്ടരും ഈശോയുടെ അടുക്കിലേക്ക് എത്തണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അൽഫോൻസിൻ സ്വന്തം അമ്മയോട് സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. സ്കൂളിലെ വിശേഷങ്ങളും പാഠ്യഭാഗങ്ങളുടെ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. അങ്ങനെ പരിശുദ്ധ അമ്മ അൽഫോൻസിനെ ഒരു പാട്ട് പഠിപ്പിച്ചു. പരിശുദ്ധ അമ്മ ആ പാട്ടിന് നൽകിയ പേരാണ് കിബ്ഹോയുടെ സന്താനങ്ങൾ എന്നാണ് ആ പാട്ട്. ആ പാട്ട് ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കാം. എൻ്റെ ഭാവി ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു മരിയ, നീ ദൈവത്തിൻ്റെ ശബ്ദം വഹിക്കുന്നു മരിയ, ഞാൻ അവകാശപ്പെടുന്നതെല്ലാം എടുക്കുന്നു മരിയ, ഞാൻ നിന്റെ കൈകളിൽ ആഗതനായി മരിയ, എല്ലാം ഞാൻ എങ്ങനെ മാറ്റുമെന്ന് കാണുക മരിയ, ദൈവത്തിൻ്റെ ശബ്ദത്താൽ തന്നെ മരിയ, കിബഹോ മക്കളായ ഞങ്ങളെ പഠിപ്പിക്കൂ മരിയ, പരസ്പരം സ്നേഹിക്കാൻ സഹായിക്കാൻ മരിയ, എല്ലാവരും നിന്നെ സ്നേഹിക്കട്ടെ അമ്മേ മരിയ, എല്ലാവരും നിന്നെ വിശ്വസിക്കട്ടെ മരിയ, ഞാൻ എങ്ങനെ ജീവിക്കുന്നുവെന്ന് കാണൂ മരിയ, ഈ ദിവസം മുതൽ അവിടുന്ന് കാണും മരിയ, കാരണം നീ ദൈവശബ്ദം എന്നെ കേൾപ്പിച്ചു മരിയ. ഇതാണ് പാട്ടുരൂപത്തിൽ അമ്മ പാടിക്കൊടുത്തത്. ഇങ്ങനെ ഈ ദർശനത്തിൻ്റെ അവസാനം ഈ അൽഫോൻസിൻ എന്ന് പറയുന്ന കുട്ടി ഒരു ശില പോലെ, ഒരു സ്റ്റാച്ചു പോലെ പെട്ടെന്ന് ഇങ്ങനെ മറഞ്ഞു വീഴും. അതോടുകൂടി പരിശുദ്ധ അമ്മ പോയി എന്ന് എല്ലാവർക്കും മനസ്സിലാകും. അതുവരെ അവിടെ ഉണ്ടായതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. അവൾ സ്വർഗത്തിലത്തെ കാര്യങ്ങൾ കാണുകയാണ്, പരിശുദ്ധ അമ്മയുമായി സംസാരിക്കുകയാണ്. പുറമടിച്ച് വീഴുക അല്ലെങ്കിൽ മുഖടിച്ച് വീഴും. പക്ഷേ ഇവിടെ നടക്കുന്നൊരു അത്ഭുതം, ഇവരെങ്ങനെ വീണാലും അവരുടെ കഴുത്തൊടിയൂല്ല, അവർക്ക് ഒരു പൊട്ടലും സംഭവിക്കില്ല. ഇതാണ് അവിടെ നടക്കുന്ന ഈ ദർശനത്തിൻ്റെ മറ്റൊരു അത്ഭുതം. അതുകൊണ്ട് തന്നെ ഇവളെ നോക്കാനായിട്ട് ഡോക്ടർമാരും സംഘങ്ങളൊക്കെ ഉണ്ട്. അവർ തന്നെ ഇത് ബോധ്യമായി ഇത് ഒരു സ്വർഗീയ അടയാളമാണ്. കാരണം അവർ വീഴുന്ന വീഴ്ചയിൽ കഴുത്തൊടിയണം, അങ്ങനെയുള്ള വീഴ്ചയാണ് അവർ വീഴുക. പിന്നെ ഇതിങ്ങനെ സ്റ്റില പോലെ നിൽക്കുന്ന ഈ കുട്ടിയുടെ ശരീരത്തിനെ 3 പുരുഷന്മാർ ചേർന്നാണ് പിന്നെ എടുത്തു കൊണ്ടുപോവുക. അങ്ങനെ ഈ അൽഫോൻസിൻ എന്ന് പറയുന്ന മകൾക്ക് കിട്ടുന്ന ദർശനങ്ങളുടെ കൂടെ തന്നെ ഇവരുടെ ഡാഡി, ഇമ്മാക്കുലിയുടെ ഡാഡി മാരി ക്ലെയറിനും ലഭിച്ച ദർശനങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങി. പക്ഷേ അപ്പോൾ എന്താ ഉണ്ടായത്, ഈ ഇമ്മാക്കുലിക്ക് കുറച്ച് തിരക്ക് കൂടി. സകദേശ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും
ഡാഡി പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് പറയാം, ആദ്യം അനത്താലിക്കും മേരി ക്ലെയറിനും അൽഫോൺസിനൊക്കെ ഉണ്ടായത് പറയട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ ഒരു ദിവസം വൈകുന്നേരം മാരി ക്ലെയറിനെ പരിശുദ്ധ അമ്മ പഠിപ്പിച്ചതാണ് മറ്റൊരു പാട്ട്. ദയയോലും മാതാവേ നിൻസുതന്റെ ദുഃഖങ്ങൾ ഞങ്ങളെ എന്നെന്നും ഓർമ്മിപ്പിച്ചിടുക, ഞങ്ങളിൽ ആരമ്മേ കരയാതിരിക്കും, അങ്ങ് തന്റെ പുത്രനായി ചൊരിഞ്ഞു കണ്ണീരോർത്താൽ, അവിടുത്തെ ശിരസിൽ ചാർത്തിയ മുള്ളുകൾ തവ ഹൃദയത്തിൽ നീ ഏറ്റുവാങ്ങിയില്ലേ, പുതുതായി തുളച്ച കുഴിയിൽ അവർ തിരുസുതന്റെ കുരിശാഴ്ത്തുന്ന നേരം പുറപ്പെട്ട ശബ്ദത്താൽ അമ്മയുടെ ഹൃദയം രണ്ടായി പിളർന്നില്ലയോ, എത്രയും ദയയുള്ള അമ്മേ തവസുതന്റെ വേദനകൾ എന്നെന്നും ഓർമ്മിപ്പിച്ചിടുക ഞങ്ങളെ. ഇത് അമ്മ മാരി ക്ലെയറിനെ പഠിപ്പിച്ചതാണ്. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് തോന്നുന്നു കിബ്ഹോയിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് വ്യാകുലങ്ങളുടെ കൊന്ത പറഞ്ഞു കൊടുത്തു. ഞാനൊരു പ്രാർത്ഥനാ കാർഡ് അന്ന് കാണിച്ചല്ലോ, അതിൽ പറയുന്ന അവസാനത്തെ ഒരു പ്രാർത്ഥനയുണ്ട്, കരുണയുടെ അമ്മേ നിന്റെ സുതന്റെ വേദനകൾ എന്നും ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ, പീഡാനുഭവ മുറിവുകൾ. അതാണ് ഈ പാട്ട്. അങ്ങനെ പിന്നെ അനത്താലി പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അനത്താലി. അതും ദർശനം കിട്ടുന്ന കുട്ടി. അവള് പാടിയ പാട്ട് ഇങ്ങനെയാണ്: അമ്മേ വിശ്വസ്തയാം അമ്മേ ഞങ്ങളിതാ വരുന്നു, നന്ദി പറയാൻ ഇതാ വരുന്നു, അവിടുന്ന് അനുഗ്രഹിച്ച വിധം മറ്റാരും അമ്മേ ഞങ്ങളെ ഇതുവരെ അനുഗ്രഹിച്ചിട്ടില്ല. എല്ലാവരും സ്വരമുയർത്തി അമ്മയെ സ്തുതിക്കട്ടെ. ഏറ്റവും പ്രിയ അമ്മേ സൃഷ്ടാവാൽ വാത്സല്യപൂർവ്വം പരിപോഷിപ്പിക്കട്ടെ അമ്മേ. അമ്മയൊഴികെ ഞങ്ങൾ സകലരും ഉത്ഭവപാപത്താൽ ബന്ധിതർ. അമലോത്ഭവയാം അമ്മേ നീ മാത്രം പരിശുദ്ധ. പ്രിയങ്കരിയാം അമ്മേ ഇഹത്തിൽ ഞങ്ങൾ തൻ കണ്ണീരൊപ്പം അമ്മേ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ഇതാണ് അനത്താലി പാടിയ പാട്ട്. അങ്ങനെ അനത്താലിയുടെ ഗാനം ആലപിച്ച ശേഷം ഡാഡി എഴുന്നേറ്റ് ശ്വാസം വിട്ടു എന്നാണ് പറയുന്നത്. തീർത്ഥയാത്ര കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഇവർക്ക് ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഡാഡി പിന്നെ വന്ന് റെഡി ആയിട്ടിരിക്കുന്നത്. അങ്ങനെ ഡാഡി പറയുന്നതിന് മുമ്പ് തന്നെ ഇമ്മാക്കുലി ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഡാഡി അവളെ കണ്ണുരുട്ടി കാണിക്കും. അപ്പോൾ അവൾ മിണ്ടാണ്ടാകും. ഡാഡി ഒരു പ്രിൻസിപ്പളിൻ്റെ സ്വഭാവമാണ് അപ്പോൾ കാണിക്കുക. അങ്ങനെ ഉറങ്ങാതെ സഗദാശയുടെ ദർശനം വരുന്നത് വരെ ഇമ്മാക്കുലിരിക്കുമെന്നാണ് പറയുന്നത്. ഡാഡി വിവരിക്കുകയാണ് സഗദാശിനെ കണ്ടുമുട്ടിയ കാര്യം. ഇമ്മാക്കുലിക്ക് അറിയേണ്ടതും ഈ സഗദാശയുടെ കാര്യമാണ്. അങ്ങനെ ഫാദർ റൊഗമെ അവരുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇമ്മാക്കുലിയുടെ ഡാഡി പറയാണ്, നീ വിചാരിച്ചോ ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും സഗദാശയുടെ സ്റ്റേജിലെത്തിയെന്ന്? അങ്ങനെയല്ല, ഞങ്ങൾ ഒരു ദിവസം കാത്തിരുന്നു. കാരണം സഗദേഷ്യ അവിടെ നിന്നും കുറേ ദൂരം പോകുന്ന ഒരു ഗ്രാമത്തിലാണ്, അവിടെ നിന്ന് വരണ്ടേ. അങ്ങനെ 10,000 ആയിരുന്ന ജനസംഖ്യ സഗദേഷ്യയുടെ വരവാകുമ്പോഴേക്കും 30,000 40,000 ആയിട്ട് മാറി. ഈ ജനങ്ങൾ മുഴുവൻ സഗദാശിയുടെ സന്ദേശം കേൾക്കാനാണ് ഓടിക്കൂടുന്നത് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ അവന് കിട്ടുന്ന സന്ദേശത്തിൻ്റെ യാഥാർത്ഥ്യത അതെത്രമാത്രമുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം. അങ്ങനെ ഈ ജനങ്ങൾ മുഴുവൻ വന്നു. സഗദേഷ്യ എന്ന് പറയുന്ന ഒരു ദർശനം കിട്ടുന്ന കുട്ടി, ഒരു 7 അടി ഉയരമുള്ള, നന്നായി വസ്ത്രധാരണം ചെയ്ത് ഒരു രാജകുമാരനെ പോലെ ഒരുത്തൻ വരും എന്നാണ് അവരൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ സ്റ്റേജിലേക്ക് കയറിയത് ആരാണെന്നറിയോ? പശു മേയ്ക്കൽ കഴിഞ്ഞു വരുന്ന ഒരു കുട്ടി. പശുവിനെ മേയ്ക്കാൻ പോയൊരു കുട്ടി അതേ വേഷത്തിൽ സ്റ്റേജിലേക്ക് കയറി വരുന്നതാണ് ഇവർ കണ്ടത് എന്നാണ് പറയുന്നത്. കണ്ടാൽ 8-9 വയസ്സേ ഉള്ളൂ. 8-9 വയസ്സേ ഉള്ളൂ. ഇവനേക്കാൾ മുമ്പ് സ്റ്റേജിൽ വന്ന ദർശനം കിട്ടുന്ന പെൺകുട്ടികളെക്കാളൊക്കെ ചെറിയ ഒരു പൊടിപ്പയ്യൻ. അങ്ങനെയാണ് ഈ സഗദേഷ്യയുടെ രൂപം. എല്ലും തോലുമായിട്ടുള്ള സഗദേഷ്യൻ. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ദിവസം മാത്രമേ അവന് ഒരു നേരം മാത്രമേ ഭക്ഷണം കിട്ടിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. 30 മൈൽ അകലെയുള്ള ഗ്രാമത്തിൽ പശുക്കളെ മേയിച്ച് കഴിഞ്ഞ ഉടനെ അവൻ കിബുഹയിലേക്ക് വന്നതാ. 30 നാഴിക അകലെ. അപ്പം അവിടെ നിന്ന് നടന്നു വരണമെങ്കിൽ കാലിൽ ചെരുപ്പില്ല, കാലുകളൊക്കെ ചെളിയിൽ പുതഞ്ഞിരിക്കുന്നു. പഴയൊരു ട്രൗസറും പിഞ്ചിയ ഒരു ഷർട്ടുമാണ് അവൻ ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഈ ട്രൗസർ വള്ളി കൊണ്ട് കെട്ടിയുറപ്പിച്ചിട്ടുണ്ട്. ലജ്ജ കൊണ്ട് ആരുടെയും മുഖത്ത് നോക്കാതെ സ്റ്റേജിലേക്ക് കയറി വരുന്നൊരു പാവം ഇടയ ബാലൻ.
ഫാദർ റൊഗമെ പറയാണ്, നിങ്ങൾ ഓർക്കണം, ഈ സെഗദേഷ്യ എന്ന് പറയുന്ന കുട്ടി ഒരു കാട്ടിൽ വളർന്ന വിജാതീയനായ കൃഷി മാത്രം അറിയുന്നൊരു കുട്ടി. അവന് മതം എന്തെന്നറിയില്ല, പഠിച്ചിട്ടില്ല, ദൈവങ്ങളെക്കുറിച്ച് അറിയില്ല കേട്ടോ. അങ്ങനെ ഒരു കുട്ടിയാണ് അവൻ. അവനാകെ കണ്ടിട്ടുള്ള സദസ്സ് കുടുംബം ഒന്നിച്ച് അത്താഴം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സദസ്സാണ് അവൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു കുട്ടിയെയാണ് ഈശോ ഇത്ര വലിയ സന്ദേശം ലോകത്തിനോട് പറയാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഈ ഫാദർ റൊഗമെ പറയുകയാണ്. പക്ഷേ ഈശോ പ്രത്യക്ഷനായാൽ സെഗദേഷ്യ ആളാകെ മാറും. അത് ഇവരൊക്കെ കണ്ടു എന്നാണ് പറയുന്നത്. സെഗദേഷ്യയ്ക്ക് ദർശനങ്ങൾ കിട്ടുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് സ്വർഗീയ ഇടങ്ങളിലേക്ക് എടുക്കപ്പെടുക, ഇങ്ങനെയാണ് അവനെ കണ്ടാൽ തോന്നുക. സ്വർഗീയമായ ഇടത്തിലേക്ക് അവൻ എടുക്കപ്പെട്ട് നമുക്ക് മനസ്സിലാകും. അങ്ങനെ ആ സമയത്ത് സ്റ്റേജിൽ നിൽക്കുന്ന സെഗദേഷ്യ, അപ്പോൾ അവിടെ ഡോക്ടർമാരും ഇങ്ങനെ ഇത് റെക്കോർഡ് ചെയ്യാനുള്ള സാമഗ്രികളൊക്കെ ഇട്ടുണ്ട്. അങ്ങനെ ഈ വലിയ 30,000-40,000 ജനക്കൂട്ടത്തിന് മുഴുവൻ ഈ സെഗദേഷ്യ പറയുന്നത് കേൾക്കാം. അങ്ങനെയാണ് ക്രമീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെറിയൊരു മൈക്രോഫോണാണ് വെച്ചിരിക്കുന്നത്. അത് അത്ഭുതകരമായിട്ടാണ് ഈ കേൾക്കുന്നത്. സെഗദേഷ്യ മുട്ടുകുത്തും. ഈശോനെ കണ്ടാൽ അവൻ്റെ രൂപങ്ങളാകെ മാറും. അങ്ങനെ ഈ ദർശനം ഈശോ വരുമ്പോൾ സെഗദേഷ്യ പെട്ടെന്ന് മുട്ടിൽ വീഴും. അങ്ങനെ മൈക്രോഫോൺ അവൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് തന്നെയാണ്. പിന്നെ അവൻ പറയുന്നതൊക്കെ കേൾക്കാം ജനത്തിന്. പക്ഷേ ആദ്യം കേട്ടത് അവൻ്റെ ഹൃദയമിടിപ്പാണ്. ഈ ഹൃദയമിടിപ്പ് ഓരോ മിനിറ്റിലും അസാധാരണമായി ഉയർന്നുകൊണ്ടിരിക്കും. 70, 80, 100, 200, 300. ഒരു ഭ്രാന്തൻ ഡ്രമ്മർ കൊട്ടുന്ന പോലെയാണെന്നാണ് പറയുന്നത് അവൻ്റെ നെഞ്ചിടിപ്പ്. നെഞ്ചും കൂട് തകരുന്നു തോന്നി. ഡോക്ടർമാരൊക്കെ സ്റ്റെതസ്കോപ്പിനായിട്ട് പരതി. അങ്ങനെ ഈ നെഞ്ചിടിപ്പ് മൂലം എല്ലാവരും ചെവി പൊത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും ഭയങ്കര അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സമയത്ത് സെഗദേഷ്യ വിശാലമായിട്ട് ചിരിച്ചു. എന്നിട്ട് ഉച്ചത്തിൽ ശക്തിയോടെ അവൻ ഖരാമേ എന്ന് പറഞ്ഞു. ഖരാമേ എന്ന് പറഞ്ഞാൽ നീണാൾ വാഴട്ടെ, ഹലോ നീണാൾ വാഴട്ടെ എന്നാണ്. ഈശോയെ അഭിവാദനം ചെയ്ത ആ നിമിഷം മുതൽ അവൻ്റെ ഹൃദയമിടിപ്പ് സാധാരണ രീതിയിലായി. ഈ കാഴ്ചക്കാരായി വന്ന ഈ 30,000-ലധികം പേരും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് സെഗദേഷ്യ പറഞ്ഞു ചെയ്യുന്ന പ്രാർത്ഥന അവരും ഏറ്റു ചൊല്ലാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ ഫാദർ റൊഗമെ പിന്നെ ഈ പറയുന്നത് മുഴുവൻ ടേപ്പിൽ പകർത്തുകയാണ്. ഈശോയുടെ ദർശന സമയത്ത് ഈശോനെ സെഗദേഷ്യ കാണുന്നു. സെഗദേഷ്യ എന്ന് പറയുന്ന ഈ 8-9 വയസ്സുള്ള ബാലൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതൊക്കെ ടേപ്പിൽ പകർത്തി ഈ ഫാദർ ആ ടേപ്പ് ഇമ്മാക്കുലിക്ക് കേൾപ്പിച്ചു കൊടുത്തു. സെഗദേഷ്യയുടെ ശബ്ദമാണ് കേട്ടോ. കർത്താവായ ഈശോയെ, അവിടുന്ന് ഒരു കാര്യം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കിബുഹോയിൽ സംഭവിക്കുന്നതൊന്നും മനസ്സിലായിട്ടില്ലാത്ത ഏറെ പേർ റുവാണ്ടയിലുണ്ട്. അതിനേക്കാൾ കഷ്ടം അവിടുന്നും അവിടുത്തെ മാതാവും ഞങ്ങളെ കാണുന്നുണ്ടെന്ന് അധികം പേരും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. കിബുഹോയിൽ സംഭവിക്കുന്നത് സത്യമല്ല എന്ന് പരാതിപ്പെടുന്നവരും ഒത്തിരിയുണ്ട്. ദർശകർ വളരെ വലിയ നുണയാണ് പറയുന്നത്. ഇത് വലിയ മോശപ്പെട്ട കാര്യമാണ്. മനുഷ്യർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ എന്തിനാണ് അവിടുന്ന് സന്ദേശങ്ങൾ നൽകുന്നത്? സെഗദേഷ്യ ചോദിക്കുന്ന അവിടുത്തെ പ്രകാശം അവിടുത്തെ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കണം. എനിക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നത് പോലെ അവർക്കും വെളിപ്പെടുത്തണമെന്നാണ് എനിക്ക് നിന്നോട് നിർദ്ദേശിക്കാനുള്ളത്. ഈശോയോട് നിർദ്ദേശം ഈ കുട്ടി പറയണത്. അപ്പോൾ അവർ സത്യം അറിയും. ഈശോയെ എന്താണ് അവർക്ക് അവിടുന്ന് പ്രകാശം അയക്കാത്തത്? അവർക്ക് അങ്ങയുടെ പ്രകാശം നൽകണമേ. അപ്പോൾ അവർ സത്യം അറിയും. ഒന്നുമല്ലെങ്കിൽ ഞാൻ ഇതിനെല്ലാം ഉത്തരം അറിയണ്ടേ? അവരെല്ലാം ചോദ്യങ്ങളുമായിട്ട് എൻ്റെ അടുത്തേക്കല്ലേ വരുന്നത്. എല്ലാം മനസ്സിലാക്കാനുള്ള പ്രകാശം അവർക്ക് നൽകിയില്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും ഉത്തരം മറുപടി നേരത്തെ തന്നെ എനിക്കും തരണം. അപ്പോൾ എനിക്ക് ശരിയായ ഉത്തരം പറയാനാകും. ഇതാണ് ഈ കുട്ടി ദർശനം കിട്ടുന്ന സമയത്ത് ലോകത്തിലത്തെ ഒന്നും അറിയാതെ ഈശോയോട് ചോദിക്കുന്ന ചോദ്യം. അത് നമ്മൾ ഫാദർ റൊഗമെ അത് ടേപ്പിൽ പിടിച്ചു വെച്ചതാണ്. ഇത് കേട്ടപ്പോൾ ഇവരുടെ ഡാഡിയൊക്കെ പൊട്ടിച്ചിരിച്ചു പോയി. കാരണം അത്ര നിഷ്കളങ്കമായിട്ടാണ് ഈ കുട്ടി ഈശോയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഈശോയുടെ മറുപടി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഫാദർ റൊഗമെ പറഞ്ഞു, ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്.
സെഗദാശിയോട് ഈശോ മറുപടി കൊടുത്ത ആ മറുപടിയാണ് പിന്നെ കേൾക്കുന്നത്. എൻ്റെ കുഞ്ഞെ, കിബുഹോയിൽ നൽകപ്പെടുന്ന സന്ദേശങ്ങൾ വിശ്വാസയോഗ്യമല്ലെന്നുണ്ടെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർ ചിന്തിക്കട്ടെ. അവർ മുഴുവൻ ഹൃദയത്തോടു കൂടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ഈശോ പ്രത്യക്ഷപ്പെടുന്ന മിക്കവാറും കത്തോലിക്കരായിട്ടുള്ള ദർശകർക്കാണ്. അപ്പോൾ കത്തോലിക്ക ബൈബിൾ വായിക്കാൻ അവർ നിർബന്ധിതരാകുന്നു എന്ന് പരാതിപ്പെടുന്നവരോട് ഞാൻ എന്തു പറയണം? സെഗദാശി ചോദിക്കാൻ. എന്നിൽ വിശ്വസിക്കുന്നവർ എൻ്റെ കൽപ്പനകൾ പാലിക്കണം. അവർ ഏത് ബൈബിൾ വായിച്ചാലും ശരി, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും ശരി, കൽപ്പനകൾ പാലിക്കണം. നമ്മളിതാണ് നോക്കേണ്ടത്. ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും കൽപ്പനകൾ പാലിക്കണം, കർത്താവിൻ്റെ കൽപ്പനകൾ. എൻ്റെ മക്കളെ തേടി ഞാൻ വരുമ്പോൾ ക്രിസ്തീയ സഭയിലോ കത്തോലിക്ക സഭയിലോ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഭക്തിയുള്ള സ്നേഹമുള്ള ആളുകളെ മാത്രമല്ല പരിഗണിക്കുക. ഞാൻ ഈ ലോകം മുഴുവനിലും എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരെ, എന്നെ സ്നേഹിക്കുന്നവരെ, തുറന്ന ഹൃദയത്തോടെ പെരുമാറുന്നവരെ കണ്ടെത്തും. മാത്രമല്ല, സ്നേഹമാണ് അവരെ ദൈവമക്കളാക്കുന്നത്. എൻ്റെ നാമത്തിൽ നീ സംസാരിക്കുന്നവരോടെല്ലാം ഇത് പറയുക, എന്നിൽ വിശ്വസിക്കുക, എന്ത് ചെയ്താലും സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ചെയ്യുക. പ്രിയ കൂട്ടുകാരെ, ഇതാണ് എവിടെ പോയാലും ദൈവം തരുന്ന സന്ദേശം, പ്രവചനങ്ങൾ. സ്നേഹമാണ് വേണ്ടത്. അത് ഞാൻ ക്രിസ്ത്യാനിയാണ്, അവർ വേറെ മതത്തിന്, അതൊന്നും പ്രശ്നമല്ല. അന്ത്യവിധിയിൽ കർത്താവ് ഇങ്ങനെയായിരിക്കും വിധിക്കുക. സ്നേഹമുണ്ടോ? ദൈവത്തെ സ്നേഹിച്ചിട്ടുണ്ടോ? സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ? എല്ലാവരെയും സ്നേഹിച്ചിട്ടുണ്ടോ? നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാം. ദൈവത്തെ പറ്റി അറിയാവുന്നവർ, ദൈവത്തിൻ്റെ വഴികൾ പഠിപ്പിക്കപ്പെട്ടവർ ഉന്നതമായ നിലയിൽ ഗണിക്കപ്പെടും. അധികം നൽകപ്പെട്ടവനിൽ നിന്ന് അധികം പ്രതീക്ഷിക്കും. നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞു, ദൈവത്തിൻ്റെ പഠിപ്പിക്കലൊക്കെ അറിഞ്ഞു, അതുകൊണ്ട് നമ്മളുടെ ഒരു സ്റ്റേജ് ഉയർന്നതാണ്. പക്ഷേ അതിനനുസരിച്ച് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഞാൻ പണ്ടൊരിക്കൽ ഒരു പുരോഹിതനെ കണ്ടു. പുരോഹിതൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾക്കൊക്കെ വലിയൊരു കുരിശാണ് എല്ലാവരും കൂടി തന്നിരിക്കുന്നത്, ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം പുരോഹിതർ എന്ന് പറയുമ്പോൾ ദൈവം അത്ര വലിയ സ്ഥാനമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു പുരോഹിതൻ, വിശുദ്ധിയുള്ള ഒരു പുരോഹിതൻ്റെ വില അത് ലോകാവസാനത്തിലേ അറിയുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് നല്ല സ്ഥാനത്തിരുത്തിരിക്കുന്ന ഒരു പുരോഹിതൻ, അവനിൽ നിന്നും ദൈവം അത്രമാത്രം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്തമാണ് ഇവരുടെ അടുത്തും. അതുപോലെ കത്തോലിക്കര്, ക്രിസ്ത്യാനികൾ, ദൈവത്തെ അറിഞ്ഞവരുടെ കയ്യിൽ നിന്നും വലിയ ക്വസ്റ്റ്യൻസ് ആണ് വരിക. മറ്റുള്ളവർക്ക് ഒരു എക്സ്ക്യൂസ് ഉണ്ട്, അവർ ജന്മനാലൊന്നും ഒന്നും അറിഞ്ഞിട്ടില്ല. ദൈവകൽപ്പനകൾ അവർ ഓട്ടോമാറ്റിക്കലായിട്ട് അവർ അനുസരിച്ച് സ്നേഹവും കാണിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് രക്ഷപ്പെടാം. പക്ഷെ നമ്മൾ വേലി കെട്ടി സുരക്ഷിതമായിട്ട് വെച്ചിട്ടുള്ളവരാ. അതുകൊണ്ട് നമുക്ക് ഗേറ്റിൽ കൂടെ തന്നെ കടക്കണം. കർത്താവ് തന്ന കൽപ്പനകൾ അനുസരിച്ച് സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണമെന്ന് ചുരുക്കം. അങ്ങനെ ഈ പ്രവചനത്തിൽ പറയുകയാണ്, ദൈവത്തെ പറ്റി അറിയുന്നവർ, ദൈവത്തിൻ്റെ വഴികൾ പഠിപ്പിക്കപ്പെട്ടവർ ഉന്നതമായ നിലയിൽ ഗണിക്കപ്പെടും. അതുപോലെ തന്നെ അവരിൽ നിന്ന് അധികം പ്രതീക്ഷിക്കും. എങ്കിലും ദൈവം സകല മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവർ ദൈവശബ്ദം കേൾക്കും. കാരണം ദൈവത്തിൻ്റെ ശബ്ദം സ്നേഹത്തിൻ്റെ ശബ്ദമാണ്. ഇതാണ് സെഗദാശിയോട് കർത്താവ് കൊടുത്ത സന്ദേശം. ഫാദർ പറയുകയാണ്, ഞാൻ മെത്തുസലേമിൻ്റെ അത്ര കാലം ജീവിച്ചിരിക്കുകയാണെങ്കിലും ഈശോ സെഗദാശിക്ക് നൽകിയ പോലൊരു പ്രസംഗം പറയാൻ എനിക്ക് കഴിയില്ല. ദൈവത്തിൽ വിശ്വസിക്കുക, സ്നേഹത്തിലും വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുക. ഇതാണ് പറയുന്നത്. ഇമ്മാക്കുലി സെഗദാശിയെ കാണാനായിട്ട് കുറേയേറെ ശ്രമിക്കുന്നുണ്ട്. കാരണം സെഗദാശിയെ കാണുക എന്നത് ആളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ്. അപ്പോൾ മാതാപിതാക്കൾ പറയും, പ്രായമാകട്ടെ എന്ന്. അവനെ കാണുന്നത് വരെ അവൾ പല വഴിക്കും അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഇപ്പോൾ 34 മിനിറ്റായി. ഞാനും ഇത് വായിച്ച് പറഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഇത് പറയുന്നത്. 66 പേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പങ്കുവയ്ക്കലിൽ മറ്റ് പേജുകളിലത്തെ സന്ദേശങ്ങൾ പറയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സെഗദാശിയോടെ നല്ല ലോകം മുഴുവനിലും കർത്താവ് കൊടുത്ത സന്ദേശം സ്നേഹമാണ് സർവോത്കൃഷ്ടം. മാനസാന്തരപ്പെടുവിൻ,
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് കാതലായിട്ടുള്ള കാര്യം. നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ ശ്രമിക്കും. ഈ ക്രിസ്തുമസിൽ ഉണ്ണീശോ പുൽക്കൂട്ടിൽ പിറക്കണ്ട, നമ്മുടെ ഹൃദയത്തിൽ പിറന്നാൽ മതി. അതിന് ഓരോ ദിവസവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകൾ നോക്കി അത് ഇല്ലാതാകാൻ ശ്രമിക്കണം. നമ്മുടെ സംസാരമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നിർത്തേണ്ടത്. സംസാരം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സംസാരം നിർത്തുക എന്നല്ല, നമ്മുടെ സംസാരത്തിൽ അപാകത വരാതിരിക്കാൻ. ചിലർ പ്രാർത്ഥന കൂടി കഴിയുമ്പോൾ സംസാരം മൊത്തം നിർത്തും. പക്ഷെ കാര്യമില്ല, സംസാരം നിർത്തുമ്പോഴും ഹൃദയത്തിൽ നടക്കുന്ന വ്യാപാരം അത് നല്ല ചിന്തകളല്ലെങ്കിൽ അതും ഈ ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തിക്ക് വിരുദ്ധമാണ്. പിന്നെ സംസാരത്തിൽ അപാകതകൾ വരാതിരിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. അതിന് സംസാരം നിർത്തിയിട്ട് കാര്യമില്ല, സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപാകത വരാതിരിക്കണം. ഞാൻ അപാകത വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ സംസാരിക്കുന്നില്ല. ഞാൻ ഇന്നാളോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാലോ ഞാൻ മിണ്ടണില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സംസാരിക്കണം, ഈശോ പറയുന്നത് പോലെ സംസാരിക്കണം. സ്നേഹം കൊണ്ട് നിറഞ്ഞ സംസാരം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അല്ലറ ചില്ലറ അപാകതകൾ വന്നാലും ആ സ്നേഹത്തോടുള്ള സംസാരം കൊണ്ട് അതൊക്കെ മാറ്റപ്പെടും. സ്നേഹം കൊടുക്കാൻ കഴിയണം നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ഭാവത്തിൽ, നമ്മുടെ സംസാരത്തിൽ. ആരോടും സ്നേഹിക്കാനായിട്ട് കഴിയട്ടെ. നമുക്കൊന്നും കഴിയുന്ന കാര്യമല്ല അത്. എങ്കിലും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, ദൈവമേ എല്ലാവരെയും നീ പറയുന്ന പോലെ സ്നേഹത്തോടെ നോക്കാനും. ചിലപ്പോൾ നമ്മളെ തകർത്തവരൊക്കെ ഉണ്ടാവും, എന്നാലും ഈശോ പറയും നീ എന്നെ സ്നേഹിക്കുന്നില്ലേ, അപ്പോൾ അവരെ സ്നേഹിക്കുന്നു. നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ക്രിസ്തുമസ് ആകുമ്പോഴേക്കും ദൈവം നമ്മളോട് കരുണ കാണിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.